ജീവിതത്തെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഉത്തരവിൻ്റെ ഒരു ഒപ്പിലൂടെയെങ്കിലും ഉമ്മൻചാണ്ടി എന്ന വലിയ മനുഷ്യൻ അവരെയൊക്കെ സ്വാധീനിച്ചതുകൊണ്ടാണ് ആ ജനലക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞ് ആ പാതയോരങ്ങളിൽ കാത്തിരുന്നത്. അവിടെ നിന്ന് മുഴങ്ങിയ മുദ്രാവാക്യങ്ങളുണ്ട്. അപ്പോൾ സാധാരണ ഇത്തരത്തിൽ പ്രശസ്തരായിട്ടുള്ള ആളുകളൊക്കെ മരിക്കുമ്പോൾ സ്വാഭാവികമായി വിളിക്കുന്നൊരു മുദ്രാവാക്യമാണ് ഇല്ല ഇല്ല മരിച്ചിട്ടില്ല എന്നുള്ളത്. ഉമ്മൻചാണ്ടി സാറിന് വേണ്ടിയിട്ട് വിളിക്കുന്ന ആ മുദ്രാവാക്യത്തെ പോലെ അർത്ഥപൂർണമായ ഒരു മുദ്രാവാക്യം വേറെ ആർക്കെങ്കിലും വിളിക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് സംശയമാണ്. കാരണം അദ്ദേഹം മരണപ്പെട്ട് 365 ദിവസങ്ങൾ താണ്ടിയിട്ടും ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് നമുക്കിടയിൽ ജീവിക്കുവാൻ കഴിയുന്നുണ്ട് എങ്കിൽ ആ ഇല്ല ഇല്ല മരിച്ചിട്ടില്ല എന്നുള്ള മുദ്രാവാക്യം എത്രമാത്രം അർത്ഥപൂർണമാണ് എന്നോർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയങ്കരനായ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തെ ഞാൻ സാന്ദർഭികമായി സ്വാഗതം ചെയ്യുവാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതുപ്പള്ളിയിൽ വെച്ച്